ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ LSS USS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. 2026 നടക്കുന്ന LSS USS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ധാരാളം വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒട്ടും സമയം കളയാതെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് ആരാണ്? മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് ആരാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ഉള്ളൂർ, വള്ളത്തോൾ, കുമാരനാശാൻ, ONV കുറുപ്പ്. ശരിയായിട്ടുള്ള ഉത്തരം കുമാരനാശാനാണ്. മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് കുമാരനാശാനാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് താഴെ തന്നവയിൽ ഏതാണ് രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്നത്? ഓപ്ഷൻസ് നോക്കാം: രാഷ്ട്രം, രാഷ്ട്രീയം, രാഷ്ട്രപരം, രാഷ്ട്രപതി. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ശരിയായ ഉത്തരം ഇതാണ്: രാഷ്ട്രീയം. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്താണ്? രാഷ്ട്രീയമാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം: 2012, 2009, 2013, 2015. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ശരിയായിട്ടുള്ള ഉത്തരം 2013 മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച വർഷമാണ് 2013. നാലാമത്തെ ചോദ്യം നോക്കാം. കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തി എഴുതുക. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം: അമ്പരം, വാരിധി, അമ്പുതി, സാഗരം. ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് അമ്പരമാണ്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. പ്രഭാതം ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ ചിരിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഇരുൾ തൊപ്പി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പ്രഭാതം ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ ചിരിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ഇരുൾ തൊപ്പി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം: ഇരുട്ട്, സൂര്യൻ, പ്രഭാതം, ഇരുട്ടിൻ്റെ മറ. ഉത്തരം ഇതാണ്: ഇരുട്ടിൻ്റെ മറ. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി. ആരുടെ വരികളാണിത്? ഓപ്ഷൻസ്: സുഗതകുമാരി, അയ്യപ്പ പണിക്കർ, ബാലാമണി അമ്മ, കുഞ്ഞുണ്ണി മാഷ്. ഉത്തരം ഇതാണ്: സുഗതകുമാരി. തന്നിരിക്കുന്ന വരികൾ ആരുടെ രചനയാണ്? സുഗതകുമാരിയുടെ കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: മാനം എന്ന പദത്തിൻ്റെ അർത്ഥം അല്ലാത്തത്. മാനം എന്ന പദത്തിൻ്റെ അർത്ഥം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം: ആകാശം, അഭിമാനം, മനസ്സ്, അളവ്. ഉത്തരം ഇതാണ്: മനസ്സ്. മാനം എന്ന പദത്തിൻ്റെ അർത്ഥമല്ലാത്തത് മനസ്സ്. അടുത്ത ചോദ്യം ഇതാണ്: വിൺ പ്ലസ് തലം ചേർന്നെഴുതിയാൽ എന്താണ് ലഭിക്കുന്നത്? വിൺ പ്ലസ് തലം ചേർന്നെഴുതിയാൽ ലഭിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻസ് ഇതാണ്: വിൺതലം, വിണ്ണലം, വിണ്ടലം, വിൺതലം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്: വിണ്ടലം. വിൺ പ്ലസ് തലം ചേർന്നാൽ വിണ്ടലമാണ് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻസ് ഇതാണ്: ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, തകഴി ശിവശങ്കരപിള്ള, S രമേശൻ നായർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്: അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അടുത്ത ചോദ്യം ഇതാണ്: നരനായും പറവയായും എന്ന കഥ എഴുതിയത് ആര്? നരനായും പറവയായും എന്ന കഥ എഴുതിയത് ആരാണ്? ഓപ്ഷൻസ് ഇതാണ്: സന്തോഷ് ഏച്ചിക്കാനം, രാജൻ കാക്കനാടൻ, സച്ചിദാനന്ദൻ, അയ്യപ്പ പണിക്കർ.
ശരിയായ ഉത്തരം സന്തോഷ് എച്ചിക്കാനം. നരനായും പറവയായും എന്ന കഥ എഴുതിയിരിക്കുന്നത് സന്തോഷ് എച്ചിക്കാനം. അടുത്ത ചോദ്യം ഇതാണ്. ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി. ആരാണിത് പറഞ്ഞത്? ഒരു നിറം മാത്രമേ തന്നതുള്ളൂ വിധി. ഇതാരാണ് പറഞ്ഞത്? ഓപ്ഷൻസ് ഇതാണ്: ഉറുമ്പ്, കണിക്കൊന്ന, വെള്ളാരം കല്ലുകൾ, പച്ചക്കിളി. ഉത്തരം കണിക്കൊന്ന. അടുത്ത ചോദ്യം ഇതാണ്. ശരിയായ പദം എഴുതുക. ഓപ്ഷൻസ്: സായാഹ്നം, 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 സായാഹനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സായാഹ്നം. അടുത്ത ചോദ്യം നോക്കൂ. ദുഗ്ധം എന്നാൽ പാൽ എന്നർത്ഥം. ഈ വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ട്? ദുഗ്ധം എന്നാൽ പാൽ എന്നാണ് അർത്ഥം. ഈ വാക്കിൽ എത്ര അക്ഷരങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻസ് 3, 1, 4, 2. ശരിയായ ഉത്തരം 2 ആണ്. ദുഗ്ധം എന്നാൽ പാൽ എന്നർത്ഥം. ഈ വാക്കിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 2 അക്ഷരങ്ങളാണ് ഉള്ളത്. അടുത്ത ചോദ്യം ഇതാണ്. വിളമ്പി വെച്ച പ്രാതലിൽ നിന്ന് കണ്ണെടുക്കാതെ അയാൾ സ്വയം ഒന്ന് ചിരിച്ചു. ഇവിടെ പ്രാതൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻസ്: ഉച്ചഭക്ഷണം, പ്രഭാത ഭക്ഷണം, അത്താഴം, രാത്രി ഭക്ഷണം. ശരിയായ ഉത്തരം പ്രഭാത ഭക്ഷണം. പ്രാതൽ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രഭാത ഭക്ഷണം എന്നാണ്. സപ്തഭാഷാ ജില്ല എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻസ്: വയനാട്, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം. ഉത്തരം ഓപ്ഷൻ സി ആണ്, കാസർഗോഡ്. സപ്തഭാഷാ ജില്ല എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നു: ഉമാശങ്കർ ജോഷി, ജി ശങ്കരക്കുറുപ്പ്, ആശാ പൂർണാദേവി, പ്രതിഭ റായ്. ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ശരിയായ ആൻസർ കണ്ടെത്തി നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ കൂടുതൽ LSS USS വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.